ഹലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പം എല്ലാവർക്കും അറിയാമല്ലേ, ഞാനിപ്പോൾ എന്ത് റിലേറ്റഡ് വീഡിയോസാണ് കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത്. അത് തന്നെയാണ് പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഞാൻ ഒരു 8 മന്ത്, ഇപ്പോൾ 7 കഴിഞ്ഞ് 8 മന്ത് പ്രഗ്നൻ്റ് ആണ്. കുറച്ച് ഡിലേ ആയിട്ടാണ് ഞാൻ പ്രഗ്നൻറ്റ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ കാരണം ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല, ഇപ്പോഴും വെൽ പ്രിപ്പയർഡ് ആവുന്നോ അല്ല, എങ്കിലും ഞാൻ വിചാരിച്ചു ടൈം കഴിയാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസുകളൊക്കെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. ഞാൻ ഗോ ത്രൂ ചെയ്യുന്ന ടോപ്പിക്സുകളും അല്ലെങ്കിൽ ഞാൻ ഗോ ത്രൂ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഓൾറെഡി കുറച്ച് പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം, ഞാൻ എനിക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ക്യൂരിയോസിറ്റി ആയിരിക്കും, പീരീഡ്സ് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഗ്നൻസി സിംറ്റംസ് എന്തൊക്കെയായിരിക്കും, ഏർലി സിംറ്റംസ്. ഇപ്പോൾ ഒരുപാട് പേർക്ക് PCOD തൈറോയിഡൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. ഇവൻ ഞാനും PCOD തൈറോയിഡുള്ള ആളാണ്. അപ്പോൾ എനിക്ക് പ്രഗ്നൻസി ആകുമ്പോൾ കൺസീവ് ആവുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ PCOD റിലേറ്റഡ് വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സിംറ്റം എന്ന് പറയുന്നത് നമ്മുടെ പീരീഡ് ഡിസോർഡർ ആവുക എന്നുള്ളതാണ്. പക്ഷേ PCOD ഉള്ളവർക്ക് കുറച്ച് അത് നമുക്ക് കൺഫേം ചെയ്യാൻ കുറച്ച് പാടുള്ള കാര്യമാണ്. കാരണം ഓൾറെഡി അവർക്ക് ചിലപ്പോൾ ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്ക് കൺഫേം ചെയ്യാൻ പാടായിരിക്കും. എനിക്കും അതുപോലെ ഇറഗുലർ പീരീഡ്സ് ആയിരുന്നു. ഒരുപാട് ഡിലേ ഒന്നുമല്ല, എന്നാലും 4-5 ദിവസമൊക്കെ ഡിലേ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ PCOD ഒരുപാടുള്ള സംഭവമായതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് വന്നിട്ട്, ഞാൻ ലാസ്റ്റ് ഇയർ ഇതുപോലെ എനിക്കൊരു 40 days കഴിഞ്ഞിട്ട് എനിക്ക് പീരീഡ്സ് വന്നിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ ആയിരിക്കുമോ, ഇതേ സംഭവം തന്നെ ആയിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഏകദേശം എൻ്റെ പ്രഗ്നൻസി കൺഫേം ചെയ്യുമ്പോൾ ഞാൻ 7 weeks പ്രഗ്നൻ്റ് ആയിരുന്നു. 7 weeks 4 days, ഓൾമോസ്റ്റ് 2 months കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രഗ്നൻസി കൺഫേം ചെയ്തിരിക്കുന്നത്. ഞാൻ കുറേ വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് കൺഫേം ചെയ്തത്. കാരണം അതിന് മുമ്പ് എനിക്ക് എന്തൊക്കെ സിംറ്റംസ് ആണ് കാണിച്ചത്, എന്തൊക്കെയാണ് നോർമലി ഉണ്ടാവുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. കാരണം ബൈ താങ്ക് ഗോഡ് എനിക്ക് അബോർഷൻ ചാൻസസ് ഒന്നും ഉണ്ടായില്ല. നമ്മളിപ്പോൾ PCOD ആണ് അല്ലെങ്കിൽ തൈറോയിഡ് ആണ് ഡിലേ ആവുന്നതെന്ന് പറഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആയവർ ഒരു ഇത് കൊടുക്കാതെ, അതിൻ്റെ ഒരു സീരിയസ്നെസ് കൊടുക്കാതെ നമ്മളത് ഡിലേ ആക്കി ടെസ്റ്റ് ചെയ്യാൻ കൺഫേം ചെയ്യാൻ ഡിലേ ആക്കി കഴിഞ്ഞാൽ അബോർഷൻ ചാൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് തടയാവുന്നതിന് വേണ്ടിയിട്ടാണ് ഏർലി സിംറ്റംസ് എന്നുള്ളൊരു വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത്. അത് ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരമാവുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ്. കാരണം ലാസ്റ്റ് ഇയറും എനിക്കിതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് 45 days ശേഷമാണ് പീരീഡ്സ് ഒക്കെ വന്നത്. എനിക്ക് പക്ഷേ ഒരുപാട് സിംറ്റംസ് ഉണ്ടായിരുന്നു, ഞാനത് കണക്കാക്കിയില്ല. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ആയിരുന്നില്ല. ഈ പ്രാവശ്യം ഞാൻ കൂടുതൽ കരുതലോടുകൂടെ ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല. 3 months ഏർലി സിംറ്റംസ് പ്രഗ്നൻസിയിൽ എന്തൊക്കെയാണ് നമുക്കൊരു സിംറ്റംസ് കാണിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പീരീഡ്സ് ഇറഗുലർ ആകുക എന്നുള്ളതാണ്. ഏകദേശം നമ്മുടെ ഓവുലേഷൻ ഡേ കഴിഞ്ഞ് ഒരു 6 to 7 days കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബേബി ഫോം ആയി കഴിഞ്ഞിട്ടുണ്ടാവും. 1 monthനുള്ളിൽ പീരീഡ്സ് മിസ്സായി കഴിഞ്ഞാൽ നോർമലി പേഴ്സൺസിനൊക്കെ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു 40 daysനുള്ളിൽ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളെ PCOD ഉള്ളവർക്ക് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് മെയിൻ എന്ന് പറയുന്നത്, നമ്മൾ ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങിയിട്ട് ഒരു 40 rupees 50 rupees കൊടുത്ത ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിട്ടും. ആ ടെസ്റ്റ് വാങ്ങി 1-2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്ത ശേഷം പിന്നെ ഹോസ്പിറ്റലിൽ പോയി സ്കാനിങ്, യൂറിൻ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നതാണ്. വീട്ടിൽ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യാൻ പറയുന്നുണ്ട്, നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നതാണ് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ. അതൊക്കെ സത്യം പറഞ്ഞാൽ എത്രത്തോളം സക്സസ്ഫുൾ ആണെന്ന് അറിയില്ല. ഇവൻ ഞാനും 1-2 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഈ മറ്റേ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, ഏട്ടനോട് പറയുന്നതിന് മുമ്പ് ഞാനൊരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട്. ഒന്നാമത്തത്, നമുക്ക് ഫുഡിനോടുള്ള താല്പര്യം കൂടുതൽ അല്ലെങ്കിൽ കുറവ് ഉണ്ടാവുക എന്നുള്ളതാണ്. ചിലപ്പോൾ എനിക്ക് ആ സമയത്തൊക്കെ ഭയങ്കര ക്ഷീണവും ഫുഡിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. എനിക്ക് വെറും കഞ്ഞി പോലെ അല്ലെങ്കിൽ എന്താ പറയുക, മോരൊഴിച്ച് കഴിക്കാനൊക്കെയാണ് കൂടുതൽ തോന്നിക്കൊണ്ടിരുന്നത്. എനിക്ക് സാമ്പാർ പിടിക്കില്ല, ഒരു സാധനം പിടിക്കില്ല, നോൺ വെജിനോട് താല്പര്യമില്ലായ്ക, നോൺ വെജൊക്കെ കഴിക്കുന്ന ആളാണ്. ഒന്നും കഴിക്കാൻ പറ്റില്ല. എനിക്ക് അച്ചാർ അല്ലെങ്കിൽ മറ്റേ കഞ്ഞി പോലെ കുടിക്കുക, ഒന്നും കഴിക്കാൻ തോന്നുന്നുണ്ടാവില്ല. സാധാരണ നമ്മൾ നോർമലി കഴിക്കുന്നത് പോലെ നമുക്ക് ഫുഡിനോട് ഇഷ്ടമില്ലായ്ക, വിരക്തി തോന്നാറുണ്ട്. അതൊരു സിംറ്റമായിട്ട് കണക്കാക്കാവുന്നതാണ്. പിന്നെ ഫുഡിൻ്റെ കൂടെ തന്നെ വേറൊരു മെയിൻ കാര്യം ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ പീരീഡ്സ് മിസ്സാവുമ്പോൾ ചിലവർക്ക് സ്പോട്ടിങ് കാണാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചെറിയ ബ്ലീഡിങ് കാണാൻ സാധ്യതയുണ്ട്. അത് പീരീഡ്സ് വരുന്നതായിരിക്കും നമ്മൾ വിചാരിക്കും, പക്ഷേ അത് പ്രഗ്നൻസി റിലേറ്റഡ് ആണ്. അത് പക്ഷേ ഒരു 25% ആളുകളിലേ കാണാൻ സാധിക്കുകയുള്ളൂ. അതൊരു സിംറ്റം കൂടിയാണ്. എനിക്കൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല, പക്ഷേ പറയുന്നത് കേട്ടിട്ടുണ്ട്. ബ്ലീഡിങ് അല്ലെങ്കിൽ ചെറിയ ബ്ലീഡിങ്, ഹെവി ബ്ലീഡിങ് അല്ല, ചെറിയ ബ്ലീഡിങ് അല്ലെങ്കിൽ ചെറിയൊരു സ്പോട്ടിങ് പോലെയുള്ള സംഭവങ്ങൾ ലേഡീസിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പ്രഗ്നന്റ് ലേഡീസിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊരു ഏർലി സിംറ്റംസ് തന്നെയാണ്. ഫുഡിനോടുള്ള വിരക്തി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ ഫുഡിനോടുള്ള വിരക്തി കൂടാതെ ചിലവർക്ക് ചില മണങ്ങൾ പിടിക്കാതാവും. ഇനീഷ്യലി തന്നെ ഉണ്ടാവും കേട്ടോ. ചിലവർക്ക് ഇനീഷ്യൽ ഫസ്റ്റ് ട്രിമസ്റ്ററിൽ ആദ്യത്തെ 3 മാസമായിരിക്കും വോമിറ്റിംഗ്, നോഷ്യ, അതുപോലത്തെ സംഭവങ്ങളൊക്കെ. എൻ്റെ ശ്രീയാൻ്റെ, അതായത് ഫസ്റ്റ് പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പ്രഗ്നൻസിയിൽ എനിക്ക് ഫസ്റ്റ് ട്രിമസ്റ്ററിൽ എനിക്ക് ഈ മണം പിടിക്കായക ഭയങ്കര ഷാർപ്പായിരുന്നു എൻ്റെ നോസ്. ശരിക്കും പറഞ്ഞാൽ എന്നെ ഏട്ടൻ കളിയാക്കുമായിരുന്നു, നിനക്ക് മൂക്ക് വലുതായി എന്നാണ് തോന്നുന്നത്, എന്തോ ഒരു മണം പിടിക്കുന്നത് നീ എന്നുള്ള രീതിയിൽ പറയുമായിരുന്നു. അതിൽ ഛർദ്ദിക്കാൻ
ഛർദ്ദിക്കാൻ വരുന്ന പോലെ, ഛർദ്ദിക്കില്ല, നോഷ്യ എന്ന് പറയുന്നത് ഛർദ്ദിക്കാൻ വരുന്ന പോലെ ഒരു ആസിഡിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടാവും. പിന്നെ ചിലർക്ക് ഭയങ്കര ഛർദ്ദി ഉണ്ടാവും, ഗ്യാസ് കുത്തലുണ്ടാവും, ഗ്യാസ് ഒരുപാട് ഫോം ചെയ്യും. ഈ ഒരു സിറ്റുവേഷനൊക്കെ എനിക്കുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 7-8 ആഴ്ചകളും ഇത്രയും സിംറ്റംസ് ഒക്കെ എനിക്ക് കാണിക്കുമായിരുന്നു. ചിലവർക്ക് ത്രൂ ഔട്ട് ഛർദ്ദിയായിരിക്കും. അത് ഡിപ്പെൻസ് ആണ് കേട്ടോ. കാരണം എനിക്ക് രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ ആദ്യത്തെ ട്രിമസ്റ്ററിന് മാത്രമേ കുറച്ച് ഛർദ്ദി ഉണ്ടായിരുന്നുള്ളൂ, ഫസ്റ്റിന് ഒട്ടും ഉണ്ടായിരുന്നില്ല. ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മുടെ പ്രഗ്നൻസി തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും, സെയിം ആയിരിക്കില്ല. അതേപോലെ തന്നെ ആയിരിക്കും ഓരോരുത്തരും. നിങ്ങളുടെ അമ്മ ത്രൂ ഔട്ട് ഛർദ്ദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഛർദ്ദിക്കണം എന്നില്ല, അല്ലെങ്കിൽ സിസ്റ്ററോ ആരെങ്കിലും ഫാമിലിയുള്ളവർക്ക് ത്രൂ ഔട്ട് ഛർദ്ദി ഉണ്ട്, എനിക്ക് ഛർദ്ദി ഉണ്ടാവണമെന്നില്ല. നിങ്ങളുടെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ നിങ്ങൾക്ക് ഛർദ്ദി ഉണ്ടായിരിക്കും, സെക്കൻഡ് പ്രഗ്നൻസിയിൽ ചിലപ്പോൾ സ്മൂത്ത് ആയിരിക്കും. അത് ഓരോരുത്തരും റിലേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ വേറൊരു സിംറ്റമാണ് നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. നോർമലി ഉള്ള ബോഡി ടെമ്പറേച്ചർ നിങ്ങൾക്ക് ഭയങ്കര ചൂടെടുക്കുക, ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ആയി ചെയ്യുക എന്നുള്ളത്. എനിക്കും ഇതേപോലെ തന്നെയായിരുന്നു. ഒന്നാമത്തത് ബാംഗ്ലൂരൊന്നും ആ സമയത്ത് ഞാൻ ഡെലിവറി പ്രഗ്നൻസി കൺഫേം ചെയ്യുന്ന സമയത്തൊന്നും എനിക്ക് ഡിസംബർ നല്ല ക്ലൈമറ്റ് ഉള്ള സമയമാണ്, എന്നാലും എനിക്ക് ഭയങ്കര ഉഷ്ണം, ഭയങ്കര ഒരു സഫോക്കേഷനൊക്കെ ഫീൽ ചെയ്യുമായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ബോഡി ടെമ്പറേച്ചർ നോർമലിൽ നിന്ന് ബോഡി ടെമ്പറേച്ചർ കൂടുതലായി ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് ഇഗ്നോർ ചെയ്യരുത്. ടെമ്പറേച്ചർ കൂടുതലാവാനുള്ള മെയിൻ കാരണം തന്നെ നമ്മുടെ പ്രൊജസ്ട്രോൺ ലെവൽ കൂടുന്നതിൻ്റെയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ പ്രൊജസ്ട്രോൺ ലെവൽ കൂടുതലാവുമ്പോഴാണ് നമുക്ക് ബോഡി ടെമ്പറേച്ചർ കൂടുതലാവാനുള്ള സാധ്യത. ഈ ബോഡി പ്രൊജസ്ട്രോൺ ലെവൽ ഒരുപാട് കൂടുതലാവുമ്പോഴും അബോർഷൻ ചാൻസസ് ഒക്കെ ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ തരുന്നതായിരിക്കും. കാരണം PCOD തൈറോയ്ഡൊക്കെ ഉള്ളവർക്ക് ഓൾറെഡി മറ്റേ നമ്മുടെ ഹോർമോൺ ലെവൽ ഇംബാലൻസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ഓൾറെഡി. അപ്പോൾ അതിനനുസരിച്ച് അവർ അബോർഷൻ ചാൻസസ്, ഈവൻ ഫസ്റ്റ് പ്രഗ്നൻസി ഒക്കെ ആണെങ്കിൽ അബോർഷൻ ചാൻസസ് കുറയ്ക്കാൻ വേണ്ടി അവർ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. ആദ്യത്തെ പ്രഗ്നൻസിയുടെ സിംറ്റംസ് ആയിരിക്കില്ല ഒരിക്കലും രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ. അത് മൈൻഡിൽ നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്തിരിക്കണം. എനിക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഞാൻ 4ാമത്തെ ആഴ്ചയാകുമ്പോഴേക്കും എനിക്ക് പ്രഗ്നൻസി കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ 7 ആഴ്ച നേരത്തെ മെൻഷൻ ചെയ്ത പോലെ 8 ആഴ്ചയോളം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ കൺഫേം ചെയ്തത്. ഇവൻ ഞാൻ കുറച്ച് ഡിലേ ആയിട്ടാണ് കൺഫേം ചെയ്തത് എന്ന് വേണമെങ്കിലും പറയാം. ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആയിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കാതെ വന്നൊരു ഇത് രണ്ടും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ദൈവം സഹായിച്ചിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ വന്നൊരു പ്രഗ്നൻസി ആയിരുന്നു ഇതും. അപ്പോൾ അടുത്തൊരു സിംറ്റംസ് എന്ന് പറയുന്നത് അടിവയറ്റിലൊരു ക്രാംസ് പോലെ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഭാരം പോലെ തോന്നാവുന്നത്, അല്ലെങ്കിൽ ഒരു ചെറിയ വേദന പോലെ, അങ്ങനത്തെയൊക്കെ ഓരോരോ സിംറ്റംസ് തോന്നാവുന്നതാണ്. അതും നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. അതൊരു സിംറ്റമാണ്. ഒരുപാട് സിംറ്റംസ് ഓരോരുത്തരും മാറി ചെയ്യാം. ചിലർക്ക് 1-2 സിംറ്റംസേ കാണിക്കുന്നുണ്ടാവുള്ളൂ. ഇതിൽ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇഗ്നോർ ചെയ്യരുത്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എസ്പെഷ്യലി PCOD തൈറോയ്ഡ് ഉള്ള ആൾക്കാരാണെങ്കിൽ വേഗം പോയി ടെസ്റ്റ് ചെയ്യുക. പിന്നെ ചിലരിൽ കണ്ടുവരുന്നൊരു സിംറ്റമാണ് ബ്രസ്റ്റിനൊരു ഹെവിനെസ്, ബ്രസ്റ്റിലൊരു വെയിറ്റ് തോന്നിക്കുക, അല്ലെങ്കിൽ എന്തോ ഒരു ഭാര കൂടുതൽ പോലെയും ഒക്കെ തോന്നിക്കും. ബ്രസ്റ്റിലൊരു ചേഞ്ചസ് ഫീൽ ചെയ്യുന്നതായിരിക്കും നമുക്ക്. അത് ചിലവർക്ക് ഫീൽ ചെയ്യുന്നതാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയുടെ ടൈമിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് എല്ലാ പ്രഗ്നൻസിയിലും, അതായത് ഫസ്റ്റിലും സെക്കൻഡിലും ഒരുപോലെ ഫീൽ ചെയ്തിട്ടുള്ള സംഭവമാണ് യൂറിൻ പാസ് ചെയ്യുക എന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂവേഷൻ ആയിട്ട് യൂറിനേഷന് തോന്നുക, അതേപോലെ മോഷൻ ഗ്യാസ്ട്രിക് ആയിട്ട് മോഷൻ പോകണം, വെറുതെ ടോയ്ലറ്റിൽ പോകണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുക. ഈ 2 സിംറ്റംസും എനിക്ക് 2 പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ യൂറിനേഷൻ നമ്മളിപ്പോൾ യൂറിൻ പാസ് ചെയ്തിട്ട് വന്നിട്ടേ ഉണ്ടാവുള്ളൂ, പക്ഷെ വീണ്ടും നമുക്ക് യൂറിൻ പോകാൻ തോന്നുന്ന പോലെ ഒരു തോന്നൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ കുറച്ചൊക്കെ പോവുള്ളൂ. അങ്ങനെ ഒരു ബ്ലാഡർ പെട്ടെന്ന് നിറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും നമുക്ക്. ഈ പ്രഗ്നൻസി ഏർലി സിംറ്റംസിൻ്റെ ഒരു സിംറ്റമാണ് ഈ യൂറിനേഷൻ, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഫോം ചെയ്ത പോലെ ഒരു കോൺസ്റ്റിപ്പേഷൻ ഫീൽ ചെയ്യുക, ഗ്യാസ്ട്രിക് ഒക്കെ ഫീൽ ചെയ്യുക എന്നുള്ളത്. ഈ ഒബ്വിയസ്ലി PCOD ഉള്ളവർക്ക് ഉള്ളൊരു സംഭവമായിരിക്കും നമ്മുടെ മൂഡ് സ്വിങ്സ്, ദേഷ്യം വരിക, ചേഞ്ചസ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡും PCOD ഉണ്ട്. അപ്പോൾ എൻ്റെ മൂഡ് സ്വിങ്സ് ഭയങ്കര മോശമായിരുന്നു ആ സമയത്ത്. എനിക്ക് ദേഷ്യം, ഫ്രസ്ട്രേഷൻ, സത്യം പറഞ്ഞാൽ ഞാൻ അവനോട് വരെ ഷൗട്ട് ചെയ്യാറുണ്ട്. എനിക്ക് അവൻ ചിലപ്പോൾ അവൻ പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട്, കുട്ടിയാണ് അവൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് പോലും നമുക്ക് അങ്ങോട്ട് ചിലപ്പോൾ ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നും, പല രീതിയിലും ഇറിറ്റേറ്റഡ് ആവും. അപ്പം അത് ഭയങ്കര നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. നമ്മുടെ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഒരുപാട് ക്ഷീണം തോന്നും നമുക്ക്. ഞാൻ നേരം കാലമില്ലാതെ ചില സമയത്ത് കിടന്നുറങ്ങിയിട്ടുണ്ട്. ഞാനൊരു ഡേ ടൈമിൽ കിടന്നുറങ്ങുന്ന പേഴ്സൺ ആയിരുന്നില്ല. ഈവൻ ഫസ്റ്റ് പ്രഗ്നൻസിയുടെ ടൈമിൽ പോലും ഉറങ്ങിയിട്ടില്ല ഞാൻ. ഈവൻ ഡെലിവറി കഴിഞ്ഞിട്ടും ഞാൻ കുറേയൊക്കെ എന്നെ എപ്പോഴും ചീത്ത അറിയുമായിരുന്നു, ഉറങ്ങിക്കൂടെ, നിനക്ക് കുറച്ച് റെസ്റ്റ് എടുത്തുകൂടെ. ഞാൻ രാത്രി മാത്രം ഉറങ്ങുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസിക്ക് ശേഷം ഞാൻ ശരിക്കും പറഞ്ഞാൽ രാവിലെ എനിക്ക് 9 മണിയാവാതെ എണീക്കാൻ സാധിക്കും. ടു ബി ഫ്രാങ്ക് 9 മണിയാവാതെ എണീക്കാൻ സാധിക്കാറുണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് ഉറങ്ങും. ഉച്ചയ്ക്ക് 2 മണിക്കൂറൊക്കെ ഞാൻ ഭയങ്കരമായ ഉറക്കമായിരുന്നു എനിക്ക് ആ ഒരു ഫസ്റ്റ് ട്രിമസ്റ്ററിൽ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞു വന്നു, ടയർഡ്നെസ് കുറഞ്ഞു വരികയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ ഭയങ്കര ക്ഷീണം ഉണ്ടാവുക, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. ആ ടെസ്റ്റ് കിറ്റ് വാങ്ങി, ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ടെസ്റ്റ് കിറ്റ് വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രഗ്നൻസി ഇല്ലെങ്കിൽ ഡോക്ടറെ പോസിറ്റീവായി തോന്നിക്കഴിഞ്ഞാൽ ഡോക്ടറെ പോയി കണ്ട് സ്കാനിങ്, യൂറിൻ ടെസ്റ്റ് എന്നുള്ളവ എടുക്കുക. ഒരുപാട് സിംറ്റംസ് നമുക്ക്
3 മന്ത്സിനുള്ളിൽ, അതായത് ഇപ്പോൾ ഒരു 2 മന്ത്സിനുള്ളിൽ ഏകദേശം 8 വീക്സ് ആകുമ്പോഴേക്കും നമ്മുടെ പ്രഗ്നൻസി ഓൾമോസ്റ്റ് കൺഫേം ചെയ്യും. നമ്മൾ പീരീഡ്സ് ഡിലേ ആകുമ്പോൾ നമ്മൾ എന്തായാലും അത് ടെസ്റ്റ് ചെയ്യുമായിരിക്കും. ഇതിന് മുമ്പ് ഇത്രയും സിംറ്റംസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ മെയിൽ പറഞ്ഞ സിംറ്റംസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഇഗ്നോർ ചെയ്ത് എത്രയും വേഗം ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കുണ്ടായ സിംറ്റംസ് ഒക്കെ കേട്ടോ ഞാൻ ഷെയർ ചെയ്തതും. പിന്നെ ബൈ എക്സ്പീരിയൻസ്, ബൈ അതേഴ്സിൻ്റെ എക്സ്പീരിയൻസ്, അടുത്ത ആൾക്കാരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ളൊരു സംഭവം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ക്ഷീണം, കാര്യങ്ങൾ, ഫുഡിനുള്ള വിദഗ്ധത, പിന്നെ ഈ കോൺസ്റ്റിപ്പേഷൻ, യൂറിനേഷൻ, പിന്നെ മൂഡ് സ്വിങ്സ് വരല്, ഇതൊക്കെ ഒന്നും ഇഗ്നോർ ചെയ്യരുത്. വേഗം പോയി ടെസ്റ്റ് ചെയ്യുക. എല്ലാവരും പ്രഗ്നൻ്റ് ആവാനും ആയവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നല്ലൊരു പ്രഗ്നൻസി പീരീഡ് നിങ്ങൾക്ക് നേരുന്നു. എല്ലാവരും ഹാപ്പി ആയിരിക്കാം. ഇനിയും എൻ്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു നല്ലൊരു ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. പ്രഗ്നൻറ്റ് വുമൺസിനും പ്രഗ്നൻ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ആ ഒരു എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്നും വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിരിക്കും വരുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.